പരമശിവന്റെ പത്നിയായ പാർവതിയുടെ അവതാരമാണ് കണ്ണകി. സർവശക്തിയും ദയാലുവുമായ ആറ്റുകാൽ ഭഗവതി ആറ്റുകലിൽ ശാശ്വതമായി വാഴുകയും അമ്മ മക്കളെ ചെയ്യുന്നതുപോലെ ഭക്തരെ പരിചരിക്കുകയും ചെയ്യുന്നു. ദൂരെ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ കഷ്ടപ്പാടുകളും വേദനകളും പരിഹരിക്കാനും ഭയഭക്തിയോടും ഭക്തിയോടും കൂടി ദേവിയുടെ സന്നിധിയിൽ വണങ്ങാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും നിലനിന്നിരുന്ന ഒരു പ്രത്യേക ക്ഷേത്ര ആചാരമാണ് പൊങ്കാല അർപ്പിക്കുന്നത്. മലയാള മാസമായ മകരം കുംഭം ഫെബ്രുവരി മാർച്ച് മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് രാത്രി കുരുതി തർപ്പണം എന്നറിയപ്പെടുന്ന ബലിയർപ്പണത്തോടെ സമാപിക്കുന്ന 10 ദിവസത്തെ പരിപാടിയാണ്. ഉത്സവത്തിൻ്റെ 9ാം ദിവസം ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ജാതിമത ഭേദമന്യേ ആളുകളുടെ വീടുകൾ, തുറസായ വയലുകൾ, റോഡുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകളുടെ പരിസരം തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൊങ്കാല ചടങ്ങുകൾ നടത്താനുള്ള സമർപ്പണഭൂമിയായി ഉയർന്നുവരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും സ്ത്രീ ഭക്തർ ഒത്തുകൂടുന്നു. ഉത്തരേന്ത്യയിലെ കുംഭമേള ഉത്സവത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ പുണ്യദിനത്തിൽ തിരുവനന്തപുരത്ത് ഒത്തുചേരുന്ന വൻ ജനക്കൂട്ടമാണ് ചടങ്ങ് സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ദേവിയുടെ അവതാരം ഭാരതം എന്നും ദേവീദേവന്മാരുടെ പുണ്യഭൂമിയാണ്. കഴിഞ്ഞ യുഗങ്ങൾ മുതൽ ഇവിടെയുള്ള സ്ത്രീപുരുഷന്മാരും രാജാക്കന്മാരും ചക്രവർത്തിമാരും സന്യാസിമാരും ഋഷിമാരും ഭഗവാനെ സർവശക്തനും കേവലവുമായ ഒന്ന് മാത്രമല്ല വ്യത്യസ്തവും വൈവിധ്യപൂർണവും വിവിധ നാമങ്ങളും രൂപങ്ങളും ഉള്ളവരുമായ ഒരാൾ എന്ന നിലയിലും ഭഗവാനെ ആരാധിച്ചിരുന്നു. ദൈവിക ഗുണങ്ങൾ. അങ്ങനെ സർവശക്തനായ നിത്യദൈവം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കപ്പെട്ടു. അവരുടെ ഭാര്യമാരും ഭഗവാന്റെ പ്രത്യേക ദൈവിക ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആര്യന്മാരുടെയും ദ്രാവിഡരുടെയും കാലഘട്ടം മുതൽ ശിവനെയും ശക്തിയെയും ഒരേ സമയം ആരാധിച്ചിരുന്നതായി പുരാതന പുരാണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ തിന്മയെ നശിപ്പിക്കാനും നന്മയെ സംരക്ഷിക്കാനും വിഷ്ണുമായ ഭഗവതിയുടെ അവതാരമെടുത്തു. അവൾ തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും അവരുടെ ഹൃദയങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു. ഐതിഹ്യമനുസരിച്ച് ഇളംകോവടികൾ രചിച്ച തമിഴ് സാഹിത്യത്തിലെ സംഘകൃതിയായ ചിലപ്പതികാരത്തിലെ പ്രശസ്ത നായികയായ കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതിയെന്ന് കരുതപ്പെടുന്നു. പുരാതന നഗരമായ മധുരയുടെ നാശത്തിനു ശേഷം കണ്ണകി ആ നഗരം വിട്ട് കന്യാകുമാരി വഴി കേരളത്തിലെത്തി. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാൽ എന്ന സ്ഥലത്ത് താമസമാക്കി. വാർഷിക ക്ഷേത്രോത്സവത്തിൽ പാടുന്ന തോറ്റംപാട്ട് ഗീതങ്ങൾ കണ്ണകിയുടെ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രമല്ല ഗോപുരക്ഷേത്രത്തിൽ കാണുന്ന കണ്ണകി ദേവിയുടെ വാസ്തുവിദ്യാ ചിത്രം ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. ചെറിയ അത്ഭുതം. അപ്പോൾ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി, കേരളത്തിലെ അറിയപ്പെടുന്ന സന്യാസി, ഈ ക്ഷേത്ര പരിസരം തൻ്റെ ധ്യാനത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തി. ആറ്റുകാൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ക്ഷേത്ര വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ചാരുതയുമാണ് ആദ്യം അനുഭവപ്പെടുന്നത്. കേരളതമിഴ് വാസ്തുവിദ്യകളുടെ സമന്വയമാണ് ക്ഷേത്രഘടന. മഹിഷാസുരമർദിനി, കാളി, രാജരാജേശ്വരി, പരമശിവനൊപ്പമുള്ള ശ്രീപാർവതി എന്നിവരുടെ മനോഹരമായി കൊത്തിയെടുത്ത രൂപങ്ങളും ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള ദേവിയുടെ മറ്റ് വിവിധ ചിത്രങ്ങളും പ്രതിഭാധനായ ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണെന്ന് നിസ്സംശയം പറയാം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടനാഴികൾക്ക് ചുറ്റും ഒരുപോലെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു മറ്റുവ. വിവിധ ദൈവങ്ങളുടെ ചിത്രീകരണവും മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളായ ദേശാവതാര ഇതിഹാസ കഥകളും. മനോഹരമായ മുൻവശത്തെ ഗോപുരത്തിൻ്റെ ഇരുവശത്തും കണ്ണകി ദേവിയുടെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഐക്കണുകൾ. തെക്കൻ ഗോപുരയിൽ ദക്ഷയാഗയുടെ പുരാണ കഥ ശില്പങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെ അലങ്കരിച്ച കവാടം വാസ്തുവിദ്യാ സൗന്ദര്യത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ശ്രീകോവിലിൽ 2 ദേവീ വിഗ്രഹങ്ങളുണ്ട്.
യഥാർത്ഥ വിഗ്രഹം അതിൻ്റെ എല്ലാ അതിമനോഹരമായ ഭംഗിയിലും സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പ്രതിമ കൂടാതെ രണ്ടാമത്തെ ദേവി വിഗ്രഹവും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഇടനാഴിക്കുള്ളിൽ ഗണേശൻ, നാഗദൈവം, ശിവൻ എന്നിവരുടെ കൊത്തുപണികളും ശില്പങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിനുള്ളിലെ ശ്രീകോവിലിൻ്റെ മധ്യഭാഗത്ത് ഒരു സമർപ്പിത സ്ഥലത്ത് ആറ്റുകാൽ ഭഗവതിയുടെ വിഗ്രഹം എല്ലാവർക്കും പ്രകാശവും തിളക്കവും പകരുന്നു. പൊങ്കാല കിഴക്കോട്ടായാൽ ഇഷ്ടകാര്യം നടക്കും, തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറില്ല. പൊങ്കാലയിടുന്നവർ 9 ദിവസങ്ങളോളം വ്രതം നോക്കണം. അതിന് കഴിയാത്തവർ 7, 5, 3 ദിവസങ്ങൾ വ്രതമെടുക്കാം. ശരീരശുദ്ധി, ഭക്തി എന്നിവ പാലിക്കണം. പുലയും വാലായ്മയുമുള്ളവർ പൊങ്കാലയിടരുത്. ഏതു മതക്കാർക്കും പൊങ്കാലയിടാം. പുരുഷന്മാർക്കും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. വ്രതശുദ്ധിയാണ് മുഖ്യം. പൊങ്കാലയ്ക്ക് പുത്തന് മൺകലം ഉപയോഗിക്കണം. പൊങ്കാലയിടാന് വീട്ടിൽ നിന്നും തേങ്ങ, ശർക്കര ചിരകി കൊണ്ടുപോകുന്നത് അഭികാമ്യമല്ല. ദേവിയുടെ സന്നിധിയിൽ ചെയ്യുന്നതാണ് ഉത്തമം. പൊങ്കാല അടുപ്പ് കത്തിക്കും മുൻപ് മറ്റൊരു ക്ഷേത്രത്തിലും പോകരുത്. പൊങ്കാല ദിവസം ആറ്റുകാലമ്മയെ ദർശിച്ചാൽ അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കും. ഈശ്വരനാമം ജപിച്ച് ഭക്തിയോടെ സമർപ്പിക്കുന്ന പൊങ്കാല തിളച്ചു തൂകണമെന്നാണ് വിശ്വാസം. അത് കിഴക്കോട്ടായാൽ ഇഷ്ടകാര്യം ഉടനെ നടക്കും. വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരൽപ്പം താമസമെടുക്കും. പടിഞ്ഞാറായാലും കുഴപ്പമില്ല, എന്നാൽ തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറില്ല. പൊങ്കാലയിടുമ്പോൾ കത്തിച്ചുവയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാം. വെള്ള, പാൽപ്പായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം. ഭക്തരുടെ ഇഷ്ടം പോലെ സമർപ്പിക്കാം. പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം. ബാക്കി വന്നാൽ അഴുക്കുചാലിലോ കുഴിയിലോ ഇട്ട് മൂടരുത്. മീനിന് ഭക്ഷണമായി നൽകാം. പൊങ്കാലയിടുമ്പോൾ കത്തിച്ചുവയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാം. വെള്ള, പാൽപ്പായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം. ഭക്തരുടെ ഇഷ്ടം പോലെ സമർപ്പിക്കാം. പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം. ബാക്കി വന്നാൽ അഴുക്കുചാലിലോ കുഴിയിലോ ഇട്ട് മൂടരുത്. മീനിന് ഭക്ഷണമായി നൽകാം. പൊങ്കാലയിട്ട കലങ്ങൾ പിന്നീട് പാചകത്തിനായി ഉപയോഗിക്കരുത്. കലത്തിൽ മണ്ണിട്ട് തുളസി ചെടിയോ പിച്ചിയോ നടണം. അതല്ലെങ്കിൽ കലത്തിൽ അരിയിട്ട് വയ്ക്കണം. അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല.